തൈപ്പൂയ വ്രതമാഹാത്മ്യം അല്ലെങ്കിൽ വ്രതാനുഷ്ഠാനങ്ങളെ കുറിച്ച് ഒരു ലഘു വിവരണം നൽകാമോ എന്നുള്ളതാണ്. വ്രതം എന്നാൽ നിഷ്ഠ എന്നാണ് അർത്ഥം. വ്രതം ഭാരതീയ ആചാര്യന്മാർ കൽപ്പിച്ചിരിക്കുന്നതിൻ്റെ ഒരു കാര്യം, ഇന്ന് 2024 യാന്ത്രികമായ ജീവിതമാണ് ഭൂരിഭാഗം മനുഷ്യരും നയിക്കുന്നത്. തിരക്കിട്ട ജീവിത സാഹചര്യങ്ങളാണ്. പലർക്കും പല തരത്തിലുള്ള ഉദ്യോഗ മേഖലകളാണ്. പലതരത്തിലുള്ള ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് വരുമ്പോൾ ഒരു കൃത്യമായ ഒരു നിഷ്ഠ പലപ്പോഴും കഴിയാതെ പോകുന്നു. സമയത്ത് ആഹാരം കഴിക്കാതിരിക്കുക, സമയത്ത് വെള്ളം കുടിക്കാതിരിക്കുക, അലച്ചിൽ, ഇങ്ങനെ പലവിധ പ്രശ്നങ്ങളിലൂടെ, ജീവിത പ്രാരബ്ധങ്ങളിലൂടെ മനുഷ്യൻ കടന്നു പോകുമ്പോൾ ഒരു മണ്ഡലകാലം, അതായത് 41 ദിവസം വ്രതം ആചരിക്കാൻ ആചാര്യന്മാർ പറയുന്നു. അത് എന്താണെന്ന് പറഞ്ഞാൽ, ഒരു സാധാരണ മനുഷ്യൻ ബ്രാഹ്മ മുഹൂർത്തത്തിലാണ് എഴുന്നേൽക്കുക. 3:30-4 മണിയാകുമ്പോൾ, പുലർച്ചെ 3:30-4 മണിയാകുമ്പോൾ എഴുന്നേൽക്കുക, അവൻ്റെ ശൗചാദികൾ നിർവഹിക്കുക, സ്നാനം ചെയ്യുക, അതുപോലെ ഈശ്വര നാമം ജപിക്കുക, പിന്നെ അവനവൻ്റെ കാര്യങ്ങൾ നോക്കുക. അപ്പോൾ രാവിലെ ഒരു 7-8 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് അവനവനെ സാറ്റിസ്ഫൈ ചെയ്യിക്കാനുള്ള, അവനവനെ തൃപ്തിപ്പെടുത്താനുള്ള കാര്യങ്ങൾ അവൻ ആ പ്രഭാതത്തിൽ ചെയ്തു കഴിഞ്ഞിരിക്കും. പോയിട്ട് പ്രഭാത ഭക്ഷണത്തിന് ശേഷം പിന്നീട് അങ്ങോട്ട് അവന് സമൂഹത്തിന് വേണ്ടി ചെയ്യാവുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ അവൻ്റെ ഉദ്യോഗ കാര്യങ്ങളിൽ അവന് ഏർപ്പെടാവുന്നതാണ്. അപ്പോൾ ഒരു ദിവസം എന്ന് പറയുമ്പോൾ ആ ദിവസത്തിൽ അതിരാവിലെ ഉണരുക, കുളിച്ചതിന് ശേഷം പ്രാർത്ഥനയോടെ ആഹാരം കഴിക്കുക, അതിനുശേഷം ഈശ്വര നാമങ്ങൾ ജപിച്ചുകൊണ്ട് അവനവൻ്റെ സ്വന്തം കർമ്മങ്ങൾ കൃത്യമായി നിർവഹിക്കുക. അതുപോലെ തന്നെ സാധാരണ വ്രതമെടുക്കുന്നവർ ഒരു നേരമാണ് ആഹാരം കഴിക്കുന്നത്, അരി ആഹാരം. അത് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ മിതമായ ആഹാര ശീലങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ കൃത്യമായ രീതിയിൽ അവനവൻ്റെ ആരോഗ്യത്തെ പരിപാലിക്കുക എന്നുള്ളതാണ്. ശരീരം ആദ്യം ഖലു ധർമ്മസാധനം എന്നാണ് പറയുക. അതായത് ശരീരമാണ് ആദ്യം ധർമ്മം വിനിയോഗിക്കണമെങ്കിൽ, അതായത് നമുക്ക് ധർമ്മം ചെയ്യണമെങ്കിൽ ആദ്യം നമ്മുടെ ശരീരം ഉറപ്പുള്ളതായിരിക്കണം, ആരോഗ്യമുള്ളതായിരിക്കണം. അപ്പോൾ ആരോഗ്യമുള്ള ശരീരം ഉണ്ടാവാൻ ഒരു കൃത്യനിഷ്ഠയുള്ള ഒരു ജീവിതം ആവശ്യമാണ്. അപ്പോൾ തിരക്കിട്ട ജീവിതം ജീവിച്ചുകൊണ്ട് പോകുന്നതിനിടയിൽ ഈ വ്രതകാര്യങ്ങൾ പാലിച്ചുകൊണ്ട് പോകുമ്പോൾ അവൻ്റെ ജീവിതം കുറച്ചെങ്കിലും മാറുകയും അവൻ്റെ ജീവിതത്തിലൊരു മാറ്റം വരികയും ഒരു തെളിച്ചമുണ്ടാവുകയും ചെയ്യും. പലപ്പോഴും അവനവനെ തിരയാത്തത് കൊണ്ടാണ് ഈ ഒരുപാട് പ്രശ്നങ്ങളിൽ മനുഷ്യൻ ചെന്നപ്പെടുന്നത്. അവനവനിൽ തിരയുക എന്ന് പറഞ്ഞാൽ നമുക്കെപ്പോഴും മറ്റുള്ളവരുടെ കാര്യങ്ങൾ തിരക്കുക എന്നുള്ളതിലാണ് പൊതുവെ മനുഷ്യർക്കൊരു താല്പര്യം. അവനെന്ത് ചെയ്യുന്നു, അടുത്ത വീട്ടിലുള്ളവരെന്ത് ചെയ്യുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളിലായിരിക്കും. പക്ഷെ അതിന് പകരം വ്രതനിഷ്ഠ എന്ന് പറയുമ്പോൾ അവനവനെ നോക്കുകയാണ്, അവനവൻ്റെ ഉള്ളിലേക്ക് നോക്കുകയാണ്, അവനവൻ്റെ ഉള്ളിലെ ഈശ്വരനെ തിരിച്ചറിയുകയാണ്. തത്വമസി എന്ന് പറയുന്ന ഒരു തത്വത്തിലേക്ക് താൻ തന്നെയാണ്, അത് നീ തന്നെയാണ് എന്നുള്ള തിരിച്ചറിവിലേക്ക് മനുഷ്യൻ എത്തിച്ചേരുക. അതൊരു നിമിഷം കൊണ്ട് നടക്കുന്നൊരു കാര്യമല്ല. 41 ദിവസം എന്ന് പറയുമ്പോൾ ആ 41 ദിവസവും വ്രതത്തോടു കൂടി, അതായത് താൻ കൃത്യമായിട്ട് അതൊരു മനുഷ്യനെന്ന് പറയുമ്പോൾ അവൻ്റെ ജീവിതചര്യകൾ കൃത്യമായി അനുഷ്ഠിച്ചു പോകുന്നു, മിതമായ ആഹാരം കഴിക്കുന്നു, നല്ല ചിന്തകൾ ഉണ്ടാകുന്നു. മനുഷ്യനാണ്, നല്ലതും ചീത്തയുമായിട്ടുള്ള ധാരാളം വികാരങ്ങൾ അവൻ്റെ ഉള്ളിലുണ്ടാകും. പക്ഷേ അവൻ അതിനെ മനസ്സിലാക്കിക്കൊണ്ട്, അവന് ആവശ്യമില്ലാത്തതിനെ ഒഴിവാക്കിക്കൊണ്ട്, ഏറ്റവും അവന് വേണ്ടത് എന്താണോ എന്ന തിരിച്ചറിവ് അവനവനിൽ ഉണ്ടാക്കിക്കൊണ്ട് അവൻ ആ വ്രതം കൃത്യമായി പാലിക്കുമ്പോൾ അവനിലുള്ള, അതായത് മനുഷ്യനിലുള്ള ആ ഈശ്വരീയമായ ശക്തി ഉണരുകയും മനുഷ്യൻ ദിവ്യഗുണശാലിയായ മനുഷ്യനായി മാറുകയും ചെയ്യും. സാധാരണ മനുഷ്യരെ കൊണ്ട്, അതായത് നിത്യ ജോലികളൊക്കെ നിത്യവും അവനവൻ്റെ ജോലികൾ ചെയ്ത് ജീവിക്കുന്നതിന് പോലെ തന്നെ അവനവനെ അറിഞ്ഞുകൊണ്ട് മറ്റുള്ള കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ആ കർമ്മത്തിന് കൂടുതൽ ഫലപ്രാപ്തി ഉണ്ടാവും. പലപ്പോഴും തിരക്കിട്ട ജീവിതത്തിനിടയിൽ പല ജോലികളും ചെയ്യുമ്പോൾ എങ്ങും എത്താത്തതുപോലെ തോന്നും. ജോലി ചെയ്തിട്ട് ചെയ്യാത്ത ഇടം, എത്ര ജോലി ചെയ്തിട്ടും വരുമാനമില്ലാത്തൊരവസ്ഥ, അല്ലെങ്കിൽ പലതരം കഷ്ടപ്പാടുകൾ അവനെ പിന്തുടരുക. ഇതെന്ന് പറയുന്നത് ഒരു കൃത്യമായ ഒരു ജീവിത രീതി പിന്തുടരാത്തത് കൊണ്ടാണ്.
അതുപോലെ തന്നെ വ്രതം എന്ന് പറയുമ്പോൾ നമുക്കിഷ്ടപ്പെട്ട ഒരു ദേവതയെ മനസ്സിൽ വിചാരിച്ചുകൊണ്ടായിരിക്കും നമ്മൾ ആ വ്രതം എടുക്കുക. തൈപ്പൂയത്തെ സംബന്ധിച്ച് പറയുമ്പോൾ മുരുകനെ മനസ്സിലോർത്തുകൊണ്ട് അല്ലെങ്കിൽ ദേവിയെ മനസ്സിലോർത്തുകൊണ്ടായിരിക്കും ആ വ്രതം ചെയ്യുക. അപ്പോൾ ആ മുരുകൻ അല്ലെങ്കിൽ ആ ദേവി എപ്പോഴും നമ്മുടെ കൂടെയുണ്ട്, നമ്മുടെ ഉള്ളിൽ ആ ദേവിയുടെ ചൈതന്യം കുടികൊള്ളുന്നുണ്ട് എന്നുള്ളൊരു തിരിച്ചറിവ് നമ്മളിൽ ഉണ്ടാകുമ്പോൾ പല കാര്യങ്ങളും ചെയ്യാൻ കഴിയില്ല എന്ന് മനുഷ്യൻ വിചാരിക്കുമ്പോഴും ആ ഈശ്വരീയമായ ശക്തിയുടെ സഹായത്താൽ അല്ലെങ്കിൽ ആ ഈശ്വരൻ തൻ്റെ ഉള്ളിലുണ്ട് എന്നുള്ള ഒരു അത്താണിയുടെ ബലത്താൽ മനുഷ്യന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഈശ്വരനില്ല, ദൈവമില്ല, ശാസ്ത്രമാണ് വലുത് എന്നൊക്കെ പറഞ്ഞ് മനുഷ്യന് ജീവിക്കാം, അതും തെറ്റൊന്നുമല്ല. പക്ഷേ എല്ലാവർക്കും അങ്ങനെ ചിന്തിക്കാൻ കഴിയണമെന്നില്ല. സാധാരണക്കാരാണ്, അവരവരുടെ കുഞ്ഞു മക്കളെയും നോക്കി കുടുംബമായി ജീവിക്കുന്ന ഒരുപാട് സാധാരണക്കാരുള്ള ഈ ലോകത്ത് ഒരു തൻ്റെ ദുഃഖം, തൻ്റെ ഉള്ളിലുള്ള ദുഃഖം, തൻ്റെ ഉള്ളിലുള്ള ഒരു സ്നേഹം അത് കൃത്യമായിട്ട് ഒന്ന് പറയാൻ, സ്നേഹം പറയാൻ അല്ലെങ്കിൽ തൻ്റെ ഉള്ളിലുള്ളൊരു വേദന പറയാൻ പലപ്പോഴും ഒരു മനുഷ്യനെ കിട്ടാറില്ല. ഈ തിരക്കിട്ട ജീവിതത്തിൽ അങ്ങനെ ആരെയും കിട്ടാറില്ല. അതുകൊണ്ടാണല്ലോ ഇവിടെ പലതരത്തിലുള്ള തെറാപ്പി പോലുള്ള തെറാപ്പികളും ഉള്ളത്. എന്ന് വെച്ചാൽ ആരോടും പറയാനില്ലാതെ എന്തിനോടെങ്കിലും ഒന്ന് പറയാമെന്നുള്ളത്. പക്ഷേ അവനവൻ്റെ ഉള്ളിലുള്ള ഈശ്വരനോട് പറയുമ്പോൾ അതിനൊരു മാറ്റം ഉണ്ടാവും. അവൻ്റെ ഉള്ളു തെളിയുകയും മനസ്സ് തെളിയുകയും അവനിലൂടെ അവൻ്റെ കൂടെയുള്ളവർ തെളിയുകയും അങ്ങനെ ഒരു നല്ല സമൂഹം ഉണ്ടാവുകയും ചെയ്യും. വിശ്വാസങ്ങൾ എന്നും മനുഷ്യന് ആവശ്യമാണ്. അത് അക്രമാസക്തമാകാതെ മറ്റുള്ളവർക്ക് ഉപദ്രവമാകാതെ ഇരുന്നാൽ മാത്രം മതി. അതുകൊണ്ടാണ് ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന് പറയുന്നത്. മുരുകനും പറയുന്നത് എന്താണ്? തിരുമുരുകാറ്റുപട എന്ന് പറയുന്ന പ്രാചീന ഗ്രന്ഥത്തിൽ പറയുന്നത് എന്താണ്? യാമിരുക്ക ഭയം ഏൻ. മുരുകനുള്ളയിടത്ത് ഭയത്തിൻ്റെ ആവശ്യമെന്ത് എന്നാണ് ചോദിക്കുന്നത്. വേലിരുക്ക വിനയുമില്ലൈ, മയിലിരുക്ക ഭയവുമില്ലൈ എന്നാണ് പറയുന്നത്. വേൽ ഇരിക്കുന്ന ഇടത്ത് വിനയില്ല, മയിൽ ഇരിക്കുന്ന ഇടത്ത് ഭയമില്ല, അങ്ങനെയാണ് പറയുന്നത്, തിരുമുരുകാറ്റുപടയിൽ പറയുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഭയമില്ലാതെ സംശയലേശമന്യേ സ്നേഹത്തോടെ ഈശ്വരനെ സമീപിക്കുക. ആ ഈശ്വരനിൽ നിന്നുള്ള അനുഗ്രഹ കടാക്ഷങ്ങൾ ഏവർക്കും ഉണ്ടാകും. നമസ്കാരം.